എന്റെ പേരാണ്. എനിക്ക് പ്രായം 10. സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിലെന്ന് ഫുട്ബോൾ കച്ചം പറഞ്ഞെന്റെ പ്രായം 40. എന്റെ പേര് ആണ്. എന്റെ വയസ്സ് 13. വേനൽ അവധി കാലം ഇത് ബന്ധു വീട്ടിൽ ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടുവന്ന ആളെന്റെ അൽഫാം എടുത്ത് തിന്നു. അവന്റെ പേര് ആർത്തി. ആർത്തി. ചേട്ടാ ഇത് കുക്കുട് മെൻസ് ഹോസ്റ്റൽ അല്ലേ? അല്ല, കുക്കുട് വുമൻസ് ഹോസ്റ്റൽ. ഞങ്ങളൊക്കെ എടുത്ത പെണ്ണുങ്ങളാ. തനിക്ക് കണ്ണുകൊണ്ടോ? ചേട്ടാ എത്തിയോ? എത്തിയച്ചാ. ആരൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെ 2-3 ചേട്ടന്മാരുണ്ടച്ചാ. എല്ലാമാരുടെ ഫോട്ടോ എനിക്ക് ഇപ്പൊ അയക്കണം. ഇപ്പൊ ഇപ്പം തന്നെ അയക്കണം. ഒരു മിനിറ്റ് അച്ഛാ, വെയിറ്റ് ചെയ്യേ. എക്സ്ക്യൂസ് മീ ചേട്ടാ, നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തിനാ? തെളിവിന് വേണ്ടി എടുത്തോട്ടെ. മനസ്സിലായി. അടിമ. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ഇവിടെ കൊറേ പേരുണ്ട്. ഫോൺ നമ്പർ 6 ആളുടെ ഫോട്ടോ ഇട്ടൊന്നും തോന്നുന്നില്ല. പോടാ ഇറങ്ങിപ്പോ. ആര് പറഞ്ഞു? ഞാൻ എടുക്കും. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടുത്തിട്ട് വരാമോ? എടുത്തിട്ട് വരാനല്ല, എടുത്തിട്ട് വരാമോ? അതേണ്ട കിടക്കുന്നു. എന്റെ പേര് പട്ടി. എനിക്ക് വയസ്സ് 3. ആളില്ലാത്ത വീട്ടിൽ ഞാൻ കേറി ചെന്നപ്പോ ഓൻ പറഞ്ഞു, പോടാ നായിന്റെ മോനെ. എനിക്ക് വയ്യ. ആരാ അവൻ? അവനെ ഒരു ഫോട്ടോക്കകത്ത് പോലും കിട്ടുന്നില്ല. ആരാ? എസ്തെറ്റിക് വെനം. HTTP YBZ അഥവാ കുഞ്ഞാപ്പി. അവന്റെ പേരും ചാറ്റും സംസാരവും എന്തിനേറെ പറയുന്നു, എക്സാം പേപ്പർ പോലും ഒറ്റ മനസ്സിലാവത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ഫോട്ടോ ഞാൻ എടുക്കും. എന്നാലും അച്ഛൻ ഇവിടെ നിർത്തത്തുള്ളൂ എന്നെ. നീ കൊറേ എടുക്കും. എടുക്കും. ആ റൂമിൽ കിടക്കുന്ന എന്റെ ഫോട്ടോ എങ്ങനെ എടുക്കാൻ പറ്റും? ഒരു ഐഡിയ പറഞ്ഞതാ. എടാ, നീ അവൻ കാണാത്ത രീതിയിൽ നിന്നിട്ടേ എങ്ങനെങ്കിലും എടുക്കാൻ നോക്ക്. നിനക്കറിയത്തില്ല അവന്റെ ചരിത്രം. അവന്റെ SSLC ബുക്കിൽ പോലും അവന്റെ ഫോട്ടോ ഇല്ല, അറിയാമോ? അപ്പൊ ഈ ഫോണിന്റെ അകത്ത് ഫേസ് ലോക്ക് ഒന്നും ഇല്ല അവന്. ഫോട്ടോ എടുത്താലേ പാസ്പോർട്ട് കിട്ടത്തുള്ളെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് പോലും എടുക്കാത്തവനാ. കടവുളെ ഇപ്പടി മനുഷ്യനാ. ഇതെന്ത് ജന്മം? ഇത് നീ വീണടാ. നേരിട്ട് എന്നെ പറ്റി. കണ്ണാടി നീ പറ്റിക്കത്തില്ലല്ലോ. സെറ്റാക്കി തരാടാ. അതെ, 1000 രൂപ തരാം. അവന്റെ ഫോട്ടോ ഒന്ന് എടുത്ത് തരാമോ? ഞാനൊരു 5000 രൂപ നിനക്ക് തരാം. നീ അവന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. എടാ മോനെ, രാവിലെ വന്നില്ലേ നീ? അഡ്മിഷൻ എടുത്തില്ലല്ലോ ഹോസ്റ്റലിലെ? എടുക്കാം, സമയമായിട്ടില്ല. എടുക്കുവോ? എടുത്തിരിക്കും. അവന്റെ ഫോട്ടോ കിട്ടിയില്ലേ, അച്ഛൻ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ പൈസ വെറുതെ വേസ്റ്റ് പോകും. ആദ്യം ഫോട്ടോ കിട്ടട്ടെ, അത് കഴിഞ്ഞ് അഡ്മിഷൻ നോക്കാം. ഇതെന്നെ വണ്ടി ഇതെങ്ങനെയാണ് ചളിക്ക്? എനിക്കറിയാം. നീയാ ഇളകിയത്? ആണോ? നീ കേസാക്കോ. ഞാൻ കൊടുക്കോടാ. എന്റെ ചേട്ടൻ SI ആടാ. നീ അങ്ങ് എടുക്കും. ഞാൻ നെഞ്ചി പിരിച്ചിരിക്കാം. കാലിന്റെ നല്ലൊരു ഫോട്ടോ പോലും കിട്ടുന്നില്ലല്ലോ. എടുക്കുവാടാ. ഇപ്പൊ നീ മനഃപൂർവ്വം മോഹം മറിക്ക. അയ്യേ പേടിത്തോണ്ട. ഒരു പേടിയില്ല. അതാണ്ട് ഞാൻ നെഞ്ചി പിരിച്ചയക്കുന്നത്. നീ ഇറ. നീ ഇതിനുള്ള പരിഹാരം നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയാൽ ഉണ്ടാക്കാം. നീ വാ. ഇവരുണ്ടല്ലോ, പണ്ട് ഞങ്ങൾക്ക് വലിയൊരു പണി തന്നിട്ടുള്ളോ. ഒരു ദിവസം ഇവന്റെ തള്ളയും തന്നെ വന്നേ ഇവിടെ കിടന്ന് കരച്ചിലായിരുന്നു, ഇവനെ കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇവരൊരു ഫോട്ടോ ചോദിച്ചു. തള്ളയെ തന്നെ ഫോട്ടോ തന്നു. ഒരുമാതിരി ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ, മുഖം പോലും കാണാത്ത ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ ഇവനെ? പിന്നെ അവസാനം നമ്മൾ കണ്ടുപിടിച്ച് നാട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് നോക്കി. 6 ഫോട്ടോ ആണോ ബ്ലറാന്ന്, അത് അവനാണ് ഞങ്ങൾ അങ്ങ് സ്ഥിരീകരിച്ച്. സത്യം അത് അവൻ തന്നെയായിരുന്നു. നിങ്ങൾ തമ്മിൽ പ്രേമാണല്ലോ. ഒരു പഴയൊരു ഫോട്ടോ തന്നാ മതി. എന്റെ പൊന്നു കുഞ്ഞെ, അവന്റെ 28 കെട്ടിന്റെ ഫോട്ടോ പോലും ബ്ലറാ. നീ അവന്റെ പൊടിക്കുഞ്ഞിലെ ഫോട്ടോ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹലോ അച്ഛാ, ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാ. എടാ, നീ രാവിലെ ആ ഹോസ്റ്റലിൽ ചെന്നില്ല, ഇപ്പൊ വൈകുന്നേരമായി. എന്താണ് അടുത്ത് തന്നാല് നിനക്ക്? എന്റെ അച്ഛാ,
എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എടുത്ത് അയച്ചു തരാം അച്ഛാ ഫോട്ടോ. ഉടായിപ്പിറക്കല്ലേ നീ ഫോട്ടോ എടുത്ത് അയച്ചില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ അവിടെ എത്തും കേട്ടല്ലോ. അല്ല അയ്യോ അച്ഛാ, ഞാൻ ഉടായ്പ കാണിക്കൊന്നും അല്ല, ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ. എടാ നിനക്കറിയാവോ എന്റെ അച്ഛനും അമ്മയും അങ്ങ് സ്റ്റേറ്റ്സിലാ. ഇവന്റെ പ്രപ്പോസൽ അവർക്ക് ഇഷ്ടമാ. പക്ഷെ അവർ എപ്പോഴും ചോദിക്കുന്നത് ഇവന്റെ ഒരു ഫോട്ടോയാ. ഞാൻ എങ്ങനെ കൊടുക്കാനാ? ഞാൻ പോലും അവന്റെ മുഖം കണ്ടിട്ടില്ല ജോവിനെ. അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം ഇപ്പൊ പെൻഡിങ് വെച്ചേക്കുവാ. ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ അവന്? നോക്കാം. അത് മതി, സത്യം അത് മതി. കിട്ടിയോ? കിട്ടി. എന്ത് കാണിച്ചേ? ഇനി ഞാൻ അവനെ പൊക്കും. എന്തോട്രീ പിന്നെ സുഖമാണോ? ഇതെന്തോ കുണ്ടിയുടെ ഫോട്ടോ? കുട്ടിയുടെ എന്റെ ഒന്നും അല്ല, അവന്റെ ഫോട്ടോയാ. കുട്ടിയുടെ ഫോട്ടോ ഒന്നല്ല, ഇതെന്തോ കുണ്ടിയുടെ ഫോട്ടോ ഒന്ന്. അവന്റെ കുട്ടിയാ, നല്ല കുട്ടിയല്ലേ? എന്റെ പൊന്നടി, ഇത്ര എമർജൻസി ആയിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്? എനിക്ക് അർജന്റായിട്ട് ഒരു തന്നെ 2 കൈയും തല്ലി ഓടിക്കും. നിനക്കെന്താ അവനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇന്നെന്തിനാ കൈ ഓടിക്കുന്നത്? അവന്റെ 2 കൈയും തല്ലി ഓടിച്ചാലേ ഒക്കത്തുള്ളൂ എനിക്ക്. അളിയാ, 2 കൈ ഓടിച്ചിട്ടുണ്ട്. ഇനി നീ കൈ കൊണ്ട് എങ്ങനെ മുഖം മറയ്ക്കോടാ? എനിക്കൊന്ന് കാണണം. ചെയ്യടാ. വല്ല വെള്ളം അടിക്കുന്നമാരോ കഞ്ചമുള്ളമാരോ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. എന്നിട്ട് നിനക്ക് ഫോട്ടോ അയക്കാൻ വയ്യ അല്ലേടാ? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കാൻ, ഞാൻ ഉടായ്പ കാണിച്ചല്ല. ആ നിൽക്കുന്ന ഐറ്റം അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് ഫോട്ടോ തന്നെ കിട്ടണം. നേരിട്ട് കണ്ടില്ല, ഇനി എന്തിനാ ഫോട്ടോ? ഹലോ അച്ഛാ. എന്താ വായടാ? അച്ഛാ ഇപ്പൊ ഫോട്ടോ എടുത്തേക്കാം, ഫോട്ടോ എടുത്തേക്കാം. ഫോട്ടോ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നിന്നെ നിന്റെ മോനെ ഇന്ന് ഞാൻ വീട്ടിൽ കയറ്റത്തില്ലടാ. അച്ഛാ ഇപ്പൊ അയക്കാം. എടാ 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല. എന്റെ അപ്പൂമ്മ തന്നുണ്ടല്ലോ ഫോട്ടോ അയച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞോണ്ട് എന്നെയും കയറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദേഷ്യപ്പെട്ടെ.